ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു പാമ്പാടും ഷോല വഴി വട്ടവടയിലേക്കുള്ള യാത്ര. പലപ്പോഴും മൂന്നാർ വരെ വന്നിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് മൂന്നാറിനപ്പുറം വട്ടവട എന്ന ഗ്രാമത്തിലേക്ക് വരുന്നത്. വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലാത്ത ഒരു കൊച്ചു ഗ്രാമമാണിത്. അതുകൊണ്ട് തന്നെ ജീപ്പ് സഫാരിയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. തട്ടുതട്ടായി കൃഷിരീതിയുള്ള കാർഷിക ഗ്രാമമാണ് വട്ടവട. സ്ട്രോബെറിയും മൾബറിയുമാണ് ഇപ്പോൾ ഇവിടുത്തെ സീസണൽ ഫ്രൂട്ട്സ്. നവംബർ അവസാനമായതുകൊണ്ട് തന്നെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് പുതിയ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വട്ടവട ഗ്രാമത്തിൽ നിന്ന് 100 മീറ്റർ മാറിയുള്ള ഹേസി മൗണ്ടിലാണ് ഞങ്ങളുടെ സ്റ്റേ വരുന്നത്. ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഹട്ടും ടെൻറ്റുമാണ്. 2 മലകൾക്കിടയിലെ വിശാലമായ താഴ്വാരത്ത് പൂക്കളാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഹേസി മൗണ്ട്. ഇവിടെ വന്നപ്പോൾ തൊട്ട് തന്നെ നമുക്ക് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കിട്ടിയിരുന്നു. മക്കൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ അവർ ഈ സ്ഥലവുമായിട്ട് പെട്ടെന്ന് തന്നെ സിങ്കായി. ഓരോ ഹട്ടും സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ വ്യൂയോട് കൂടിയും വരുന്നവർക്കുള്ള പേഴ്സണൽ പ്രൈവസിയോടും കൂടി തന്നെയാണ്. നല്ല നാച്ചുറൽ വൈബൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇവിടെ ടെൻറ്റും അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ഹട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ 2 ബെഡും 3-4 പേർക്ക് അത്യാവശ്യത്തിന് എല്ലാ സൗകര്യങ്ങളോടും കൂടി നിൽക്കാൻ കഴിയുന്ന ഒരു റൂമാണിത്. കൂടാതെ ഒരു കുഞ്ഞു ബാത്റൂം ഫെസിലിറ്റിയും ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ റൂമിൻ്റെ മുന്നിലേക്കുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഹട്ടിൻ്റെ മുന്നിലാണെങ്കിൽ 2 കസേരയും ഒരു ഡൈനിങ് ടേബിളൊക്കെ ആയിട്ട് ജസ്റ്റ് റിലാക്സ് ആവാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ്. കാഴ്ചയിൽ കുഞ്ഞിനായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെ ഹട്ടിന് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലത്തെ സൺറൈസും പിന്നീട് ആ വെട്ടം ചുറ്റും പരക്കുന്നതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ജീപ്പ് സഫാരിയും മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം ഇവർ തന്നെ സെറ്റ് ചെയ്ത് തരും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ജീപ്പ് സഫാരിക്കൊക്കെ പോയി. ഞങ്ങളുടെ കൂടെ വന്ന ഡ്രൈവർ ചേട്ടനാണ്. പുള്ളിയാണെങ്കിൽ ഇവിടെ ഓരോ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞു തരുക. ഇവിടെ കുറേ ഫിലിം ഷൂട്ടിംഗ് പ്ലേസസ് ഒക്കെ ഉണ്ടെന്നും നായാട്ട് സിനിമയുടെ അവസാനത്തെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ഇവിടെ നിന്നാണെന്നൊക്കെ പറഞ്ഞ് കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അങ്ങനെ പുള്ളി വീണ്ടും ഞങ്ങളെ കുറേ സ്ഥലത്തൊക്കെ സൈറ്റ് സീയിങ്ങിനായിട്ടൊക്കെ കൊണ്ടുപോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നു. നല്ല മഴക്കാലമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പുഴയിലും വെള്ളച്ചാട്ടത്തിലൊക്കെ നല്ല ചെളിവെള്ളമായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കളിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വന്നു. നമ്മുടെ റിസോർട്ടിൽ രാത്രി ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഡാൻസും പാട്ടും ഗെയിംസും ഒക്കെ ആയിട്ട് കുറച്ച് സമയം. മക്കളാണെങ്കിൽ ഫുൾ ടൈം അവരുടെ കളികളിൽ എൻഗേജ്ഡ് ആണ്. നമ്മുടെ ഹട്ടിൻ്റെ രാത്രി മുന്നിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല തണുപ്പും കോടയും കാഴ്ചകളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഇവിടെ. ഇനി വട്ടവടയിലേക്കൊക്കെ ട്രിപ്പ് പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഹേസി മൗണ്ടിലേക്ക് വിട്ടോളൂ കേട്ടോ.